ഫ്രണ്ട്സ്, ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ കെമിസ്ട്രിയിലെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ ആദ്യത്തെ ടോപ്പിക്കുകളായ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അതുപോലെ അയിരുകളും ധാതുക്കളും കണ്ടിട്ടില്ലാത്തവർ ക്ലാസ് കാണണം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മൂലകങ്ങളും അവയുടെ വർഗീകരണവും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മൂലകങ്ങളെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മൂലകങ്ങൾ എന്ന് പറയുന്നത് ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായവയാണ് മൂലകങ്ങൾ. ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായവയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, സോഡിയം, ഇല്ലേ? ഇതൊക്കെ എന്താണ്? മൂലകങ്ങളാണ്. അപ്പോൾ ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായവയാണ് നമ്മൾ മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ഓക്കെ, ഇത് നമുക്ക് മൂലകങ്ങളുടെ വർഗീകരണങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ലാവോസിയെ ആണ്. ആരാണ്? ലാവോസിയെ. ലാവോസിയെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും അദ്ദേഹം മൂലകങ്ങളെ രണ്ടായി വേർതിരിച്ചു. ഏതൊക്കെയാണ്? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും രണ്ടായി വേർതിരിച്ചു. എന്നാൽ ഇതിന് കുറച്ച് പരിമിതികൾ വന്നു ചേർന്നു. എന്തായിരുന്നു? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ അതിന് കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ ലാവോസിയയുടെ വർഗീകരണത്തിന് സാധിച്ചില്ല. സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓക്കെ, അതായിരുന്നു അദ്ദേഹത്തിന്റെ വർഗീകരണത്തിന്റെ പരിമിതി. ലാവോസിയ ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ലാവോസിയാണ്. അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് വർഗീകരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ വർഗീകരണത്തിനൊരു പരിമിതി വന്നു ചേർന്നു. എന്തായിരുന്നു അത്? ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ അവയ്ക്കൊരു കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന ശാസ്ത്രജ്ഞനാണ് ഡൊബ്രെയ്നർ. ഡൊബ്രെയ്നർ എങ്ങനെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്? സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ ചേർന്ന ചെറു ഗ്രൂപ്പുകൾ അദ്ദേഹം നിർമ്മിച്ചു. സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ ചേർന്ന ചെറിയ ഗ്രൂപ്പുകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. ഇതിനറിയപ്പെടുന്ന പേരാണ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ. ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ത്രികങ്ങളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിന്റെ ആറ്റോമിക മാസ് എന്ന് ഡൊബ്രെയ്നർ അഭിപ്രായപ്പെട്ടു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ലിഥിയത്തിന്റെ അറ്റോമിക മാസ് എത്രയാണ്? 7 അല്ലെ? സോഡിയത്തിൻ്റെത് 23 ആണ്. പൊട്ടാസ്യത്തിൻ്റെത് 39 ആണ്. അപ്പൊ ഒന്നാമത് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ്, അതായത് ലിഥിയത്തിന്റെ അറ്റോമിക മാസ് 7 ആണ്. മൂന്നാമത് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ്, അതായത് പൊട്ടാസ്യത്തിൻ്റെത് 39 ആണ് അല്ലെ? അപ്പൊ ഈ രണ്ട് അറ്റോമിക മാസിന്റെയും ഏകദേശ ശരാശരി ആയിരിക്കും നടുക്ക് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ്, അതായത് സോഡിയത്തിന്റെ അറ്റോമിക മാസ്. അപ്പൊ എന്താണ്? സോഡിയത്തിന്റെ അറ്റോമിക മാസ് 23. അതാണ് ഡൊബ്രെയ്നർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇതിന് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ ഡൊബ്രെയ്നർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഡൊബ്രെയ്നറുടെ വർഗീകരണം തിരസ്കരിക്കപ്പെട്ടു. അതിനുശേഷം വന്നതാണ് ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. അദ്ദേഹം മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതി അല്ലെ? അപ്പൊ എന്താണ് കണ്ടെത്തിയത്? 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ, സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ ഏതൊക്കെയാണ്? സ, രി, ഗ, മ, പ, ധ, നി അല്ലെ? വീണ്ടും എന്ത് തന്നെയാണ് വരുന്നത്? സ തന്നെയാണ് വരുന്നത്. അതുപോലെയാണ് മൂലകങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്താണ്? ക്രമമായി എഴുതിയാൽ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമായിരിക്കുമെന്ന് ന്യൂലാൻഡ്സ് അഭിപ്രായപ്പെട്ടു. ഇതിന് അഷ്ടക നിയമം അല്ലെങ്കിൽ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്താണ്? മൂലകങ്ങളെ ക്രമമായി എഴുതിയാൽ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് പറയുന്നത്. അതാണ് ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം. എന്നാൽ ഇതിനും പരിമിതി ഉണ്ടായിരുന്നു. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഈ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് അഷ്ടക നിയമം പാലിക്കപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ ന്യൂലാൻഡ്സിന്റെ വർഗീകരണവും പിന്തള്ളപ്പെട്ടു. അതിനുശേഷം വന്നതാണ്
ഇവാനോവിച്ച് മെൻഡലിയേഫിന്റെ ഡിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടിക. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു പട്ടിക തയ്യാറാക്കിയത് ഡിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. അപ്പൊ ഇത്രയും ഇത് മുന്നേയുള്ള സയന്റിസ്റ്റ് ഒക്കെ പട്ടിക തയ്യാറാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ പട്ടിക തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു വർഗീകരണം നടത്തിയത് ഡിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേഫ് ആണ്. അന്ന് മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ ടോട്ടൽ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 63 മൂലകങ്ങളാണ്. എന്നാൽ ഇന്നത് 118 മൂലകങ്ങളുണ്ട് അല്ലെ? അപ്പോൾ ഡിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആവർത്തന പട്ടിക നിർമ്മിക്കുന്ന സമയത്ത് 63 മൂലകങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. അദ്ദേഹം എങ്ങനെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചിരുന്നത്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് അദ്ദേഹം മൂലകങ്ങളെ വിന്യസിച്ചിരുന്നത്. എങ്ങനെയാണ്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. എങ്ങനെയാണ്? ആറ്റോമിക മാസ് കൂടി വരുന്നതിന്റെ ക്രമത്തിലായിരുന്നു അദ്ദേഹം ആവർത്തന പട്ടിക നിർമ്മിച്ചിരുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് മെൻഡലിയേഫിന്റെ പീരിയോഡിക് നിയമം. ഓക്കെ, മെൻഡലിയേഫിന്റെ പീരിയോഡിക് നിയമം എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. അദ്ദേഹം സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. അതുപോലെ പുതിയതായിട്ട് കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്തു. എന്നാൽ ഇതിനും പരിമിതികൾ ഉണ്ടായിരുന്നു. ഹൈഡ്രജന്, ഒന്നാമത്തെ മൂലകമായ ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുപോലെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും പാലിക്കപ്പെട്ടില്ല. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലായിരുന്നു മെൻഡലിയേഫ് മൂലകങ്ങളെ വർഗീകരിച്ചിരുന്നത്. എന്നാൽ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും പാലിക്കപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളും അവിടെ പിന്തള്ളപ്പെട്ടു. അങ്ങനെ വന്നതാണ് നമ്മുടെ ആധുനിക ആവർത്തന പട്ടിക. ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ്. ആരാണ്? ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും മോസ്ലിയാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മോസ്ലിയാണ്. അദ്ദേഹം എങ്ങനെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്? അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. മെൻഡലിയേഫ് എങ്ങനെയായിരുന്നു വർഗീകരിച്ചത്? അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലായിരുന്നു വർഗീകരിച്ചത് അല്ലെ? എന്നാൽ മോസ്ലി അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ ആധുനിക ആവർത്തന പട്ടിക അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇതിൽ നിങ്ങൾക്ക് സമാന്തരമായിട്ടുള്ള റോസും സമാന്തരമായിട്ടുള്ള നിരകളും അതുപോലെ കുത്തനെയുള്ള കോളങ്ങളും കാണുന്നുണ്ട് അല്ലെ? കുത്തനെയുള്ള കോളങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്രൂപ്പുകൾ. അതുപോലെ സമാന്തരമായിട്ട് കാണപ്പെടുന്ന നിരകൾക്ക് പറയുന്ന പേരാണ് പീരിയഡുകൾ. ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളാണുള്ളത്. ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ 118 മൂലകങ്ങളുണ്ട്. അതിൽ 92 പ്രകൃത്യാലുള്ള മൂലകങ്ങളാണ്. അപ്പൊ ബാക്കിയുള്ളത് എന്തായിരിക്കാം? കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് അല്ലെ? ടോട്ടൽ 118 മൂലകങ്ങളുണ്ട്. അതിൽ 92 മൂലകങ്ങൾ പ്രകൃത്യാലുള്ള മൂലകങ്ങളാണ്. അതുപോലെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും 4 ബ്ലോക്കുകളുമാണ് ഉള്ളത്. ആൽക്കലി ലോഹങ്ങൾ. ഒന്നാം ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പിന് മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അടുത്തതിന് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ്. എന്താണ്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ്. 13ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളുടെ പേരാണ് ബോറോൺ കുടുംബം എന്നാണ് 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് കാർബൺ കുടുംബം എന്നാണ്. എന്താണ്? കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബവും 16 അറിയപ്പെടുന്നത് ഓക്സിജൻ കുടുംബം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലജനുകളും 18ാം ഗ്രൂപ്പ് അലസവാതകങ്ങളുമാണ്.
ഇതിൽ താഴെയായിട്ട് 2 പീരീഡുകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ. ഏഴാമത്തെ പീരീഡിൽ വരുന്നതാണ് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും. ആരൊക്കെയാണ്? ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ്. 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് ബോറോൺ കുടുംബമെന്നും 14ാം ഗ്രൂപ്പിന് കാർബൺ കുടുംബമെന്നും 15ാം ഗ്രൂപ്പിന് നൈട്രജൻ കുടുംബമെന്നും 16ാം ഗ്രൂപ്പിന് ഓക്സിജൻ കുടുംബമെന്നും 17ാം ഗ്രൂപ്പിന് ഹാലജനുകളെന്നും 18ാം ഗ്രൂപ്പിന് അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നും പറയുന്നുണ്ട്. അതുപോലെ താഴെയായിട്ട് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഉണ്ട്. അടുത്തത് നമ്മൾ ആദ്യമേ പറഞ്ഞു പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകൾ ഉണ്ടെന്ന് അല്ലെ. ഏതൊക്കെയാണെന്ന് നോക്കാം. എസ് ബ്ലോക്ക്. ഏതൊക്കെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്? 1, 2 ഗ്രൂപ്പ് മൂലകങ്ങളും അതിന്റെ കൂടെ ഹീലിയവും കൂടെ വരുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ചിത്രത്തിലേക്ക് നോക്കൂ. 1 റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതായത് ആദ്യത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളും ഏറ്റവും സൈഡിലായിട്ട് നിങ്ങൾക്ക് ഹീലിയം അല്ലെ, ഏറ്റവും ഇങ്ങേ അറ്റത്തായിട്ടുള്ളതാണ് ഹീലിയം. അപ്പം 1ാം ഗ്രൂപ്പ് മൂലകങ്ങളും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളും കൂടാതെ അതിന്റെ കൂടെ ഹീലിയവും കൂടെ വരുന്നതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. അതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. അടുത്തത് പി ബ്ലോക്ക്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. 13 മുതൽ 18 വരെ അറിയപ്പെടുന്നതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. പി ബ്ലോക്ക് മൂലകങ്ങൾ. എന്നാൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ 3 മുതൽ 12 ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ സംക്രമണ മൂലകങ്ങളില്ലേ, അതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ തന്നെയാണ് നമ്മുടെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ലാസ്റ്റ് വരുന്നത് എഫ് ബ്ലോക്ക്. നമ്മൾ പറഞ്ഞു ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഉണ്ടെന്ന് അല്ലേ. അതിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളും അതിന്റെ കൂടെ ഹീലിയവും കൂടെ വരുന്നതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. പി ബ്ലോക്ക് എലമെന്റ്സ് ഏതാണ്? 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്കോ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ് ഡി ബ്ലോക്ക്. എഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ലാന്തനൈഡ്സും ആക്ടിൻ. അടുത്തത് എന്താണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്? 1ാം ഗ്രൂപ്പിലെയും 2ാം ഗ്രൂപ്പിലെയും അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾക്ക് പറയുന്നതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. അടുത്തത് സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന ടോപ്പിക്കിലെ കുറച്ചുകൂടി നമുക്ക് ബാക്കിയുണ്ട്. അതായത് ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട ചില മൂലകങ്ങളും അവയുടെ സവിശേഷതകളും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.